Hi everyone, today we are going to discuss about the test animals used in experiments and the Prevention of Cruelty to Animals Act 1960 CTCSEA. First topic is test animals used in experiments. Animal testing. The use of a non-human animals in research and development projects, especially for purpose of determining the safety of substances such as a foods or drugs is called animal testing. എന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിനൊക്കെ വേണ്ടിയിട്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഡിറ്റർമൈനിങ് ദ സേഫ്റ്റി ഓഫ് സബ്സ്റ്റൻസസ് സച്ച് ആസ് എ ഫുഡ്സ് ഓർ ഡ്രഗ്സ് ഈസ് കോൾഡാണ് എനിമൽ ടെസ്റ്റിങ്സ്. മോസ്റ്റ് ബയോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സിൽ റിക്വയർഡ് ടെസ്റ്റ് എനിമൽസ് യൂസ് ചെയ്യുന്നുണ്ട്. എനിമൽസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഡോഗ്സ്, മൈസ്, റാറ്റസ്, റാബിറ്റ്സ്, ബേർഡ്സ് ആൻഡ് പ്രൈമേറ്റ്സ് ആൻഡ് are also used to test pesticides and drugs. This type of tests have been performed for years. ഈ എനിമൽസിനൊക്കെയാണ് ഇപ്പോൾ ഡോഗ്സ്, മൈസ്, റാറ്റസ്, റാബിറ്റ്സ് ഇതിനൊക്കെയാണ് എക്സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ മോസ്റ്റ് കോമൺ യൂസായിട്ട് വെർട്ടിബ്രേറ്റ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് റാറ്റ്സ്, മൈസ്, പിഗ്സ്, മങ്കീസ് ഒക്കെ. പിന്നെ ലാർജ് നമ്പറായിട്ട് ഇൻവെർട്ടിബ്രേറ്റസും യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഫൈൽസ് ആൻഡ് വേംസ്. എനിമൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില റിസർച്ചിനൊക്കെ ഇത് ഭയങ്കര ഉപകാരപ്പെടുന്ന ഏതൊക്കെ വെച്ചാൽ എനിമൽസ് ആർ യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഓഫ് റിസർച്ച് സച്ച് ആസ് ജനറ്റിക്സ്, ഡെവലപ്മെൻറ്റൽ ബയോളജി, ബിഹേവിയറൽ സ്റ്റഡീസ്, ബയോമെഡിക്കൽ റിസർച്ച്, സൈനോ ട്രാൻസ്പ്ലാന്റേഷൻ, ഡ്രഗ് ടെസ്റ്റിംഗ് ആൻഡ് ടോക്സിക്കോളജി ടെസ്റ്റിംഗ് ഇൻക്ലൂഡിംഗ് കോസ്മെറ്റിക് ടെസ്റ്റിങ്സ്. ഇതിൻ്റെ ഹിസ്റ്ററി നോക്കാം. The earliest reference to animal testings are found in the Greek writings of the 2nd and 4th centuries BC. Aristotle and Erastitus were among the first to perform experiments on living animals. അരിസ്റ്റോട്ടിലും ഇറാൻസ്ട്രീറ്റസുമാണ് ഫസ്റ്റായിട്ട് എനിമൽ എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്തിട്ടുള്ളത്. Galen, a Roman physician of the 2nd century, dissected pigs and goats. He is known as the father of vivisection. ഗാലിയനെയാണ് ഫാദർ ഓഫ് വിവിസെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ പേര് വരാൻ കാരണം തന്നെ അദ്ദേഹം പിഗ്സിനും ഗോട്ട്സിനും ഡിസെക്റ്റേഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. In the 1880s, Louis Pasteur convincingly demonstrated the gene theory of medicine by including anthraxin in sheep. In the 1890s, Ivan Pavlov used dogs to describe conditional reflex. Insulin was first isolated from dogs in 1922, revolutionizing the treatment of diabetes. ഫസ്റ്റായിട്ട് ഇൻസുലിൻ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഡോഗ്സ് എന്നാണ്. On November 3, 1957, a Russian dog Laika became the first animal to orbit the Earth. In the 1970s, antibiotics and vaccines for human leprosy were developed using arnolds. Next, in 1974, Rudolf Janisch was able to produce the first transgenic mammal by injecting DNA from the SV14 virus into the gene of mice. SV14 വൈറസ് എന്നാണ് ആ വൈറസ്. SV14 വൈറസിൻ്റെ DNA എന്നാണ് ട്രാൻസ്ജനിക് മാമൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1996, the sheep Dolly was born, the first mammal to be cloned from an adult cell. The most widely used invertebrates Drosophila melanogaster, also called fruit fly, and Carniorhabditis elegans, nematode worm. കാലിയോറെപ്പറ്റൈറ്റിസ് എലഗൻസിൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ട്രാൻസ്പാരൻറ്റുമാണ്. അതുപോലെ പ്രിസൈഷ്യസ് ലിഗനേജ് ഓഫ് ഓൾ ദ ഓർഗാനിസം സെൽ ഈസ് നോൺ.
Classical genetics were carried out using എന്താണ് ഡോർസോഫില മെലനോഗാസ്റ്റർ ആൻഡ് is called dorsophyllography. Invertebrates animals often greater advantage over vertebrates by their life cycle. Adaptive immune system and simple organs prevent worm from used in medical research, vaccine development. ഇമ്മ്യൂൺ സിസ്റ്റം സിമ്പിൾ ഓർഗാൻസ് ഒക്കെ എന്താണ് അതിൻ്റെ മെഡിക്കൽ റിസർച്ചും വാക്സിൻ ഡെവലപ്മെൻറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സിമിലർലി ഫയൽസ് ആർ നോട്ട് വൈഡ്ലി യൂസ്ഡ് അപ്ലൈഡ് മെഡിക്കൽ റിസർച്ച്. ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫേഴ്സ് ഗ്രേറ്റ്ലി ഫ്രം ദാറ്റ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ഡിസീസ് ഇൻ ഇൻസെക്ട്സ് ക്യാൻ ബി വെരി ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഇൻ മോർ കോംപ്ലക്സ് അനിമൽസ്. Next we are going to discuss about the Prevention of Cruelty to Animals Act 1960 CPCSEA. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു റൂളാണ്. മൃഗങ്ങൾക്കെതിരെ നമ്മൾ ഹ്യൂമൻസ് എന്തെങ്കിലും ക്രൂരത ചെയ്യുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂളും കമ്മിറ്റിയുമാണ്. ടു പ്രിവെൻറ്റ് ദ ഇൻഫ്ലിക്ഷൻ ഓഫ് അൺനെസസറി പെയിൻ ഓർ സഫറിങ് ഓൺ എനിമൽസ് ആസ് വെൽ ആസ് ടു പ്രിവെൻറ്റ് ടു ക്രുവാലിറ്റി ടു എനിമൽസ്. എനിമൽസിൻ്റെ എതിരെന്താണ് അവരുടെ അൺനെസസറി പെയിനും ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. എനിമൽസ് ദിസ് ടേം ഇൻക്ലൂഡ് എനി ലിവിങ് ക്രേച്ചർ എക്സ്പെക്ട് ഹ്യൂമൻ ബീയിങ്. ഇത് നമ്മൾ എനിമൽസിന് എന്തെങ്കിലും ക്രൂരത ചെയ്താൽ ഫൈനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ദ ഫസ്റ്റ് ടൈം വയലേഷൻ ഓഫ് ദിസ് പ്രൊവിഷൻ വിൽ എമൗണ്ട് ടു ഫൈൻ Rs 15. എനി സബ്സിക്വൻറ്റ് വയലേഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 3 years ആഫ്റ്റർ ദ പ്രീവിയസ് വൺ വിൽ ബി ഡെൽറ്റ് വിത്ത് ദ ഇമ്പോസിങ് എ ഫൈൻ അപ് ടു അണ്ടർ ബൈ അവാർഡിങ് imprisonment up to 3 years. Next CPCSEA, Committee for the Purpose of Control and Supervision of Experiments on Animals. ഇതൊരു കമ്മിറ്റിയാണ്. Statutory committee which is duty bound to take all such measures as may be necessary to ensure that animals are not subjected to unnecessary pains or suffering before, during or after performance of experiments on them. എന്നുവെച്ചാൽ നമ്മൾ എനിമൽസിനെ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അതിനെന്തെങ്കിലും പെയിൻസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. ആ പെയിൻസോ ക്രൂരതകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനുള്ളൊരു കമ്മിറ്റിയാണ് CPCSE എന്ന് പറയുന്നത്. അവർക്ക് എനിമൽസിന് അനാവശ്യമായ വേദനയ്ക്ക് വിധേയമായിട്ടില്ല എന്നുള്ള ഉറപ്പാക്കാനുള്ള ഒരു ഇതാണുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.